ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ട്രംപിൻ്റെയും ഷീ ജിൻപിങ്ങിൻ്റെയും മീറ്റിംഗ് തന്നെയാണ്. അപ്പോൾ അത് വളരെ 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 ക്രൂഷ്യലായിട്ടുള്ളൊരു ഡേറ്റയാണ് ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ മീറ്റിങ്ങിന് ശേഷം നമുക്ക് അറിയാം എന്താണ് അവരുടെ ട്രേഡ് ഡീൽസ്, ടാരിഫ് വാർ എന്തവസ്ഥയിൽ പോകും എന്നുള്ളത് അപ്പോൾ അറിയാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഓഡിയോ സ്പീഡ് കൂട്ടി തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാൻ എല്ലാ തംബ്നെയിലും വയ്ക്കുന്നതാണ്. സോ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് നമ്മുടെ മാർക്കറ്റിൻ്റെ പാറ്റേൺ കുറച്ചുകൂടെ ബുള്ളിഷായിട്ട് വരുന്നുണ്ട്. പിന്നൊരു നമ്മുടെ ഡോക്ടർ റെഡ്ഡീസ് എന്ന സ്റ്റോക്ക് ഫാർമ സെക്ടറിൽ അത്യാവശ്യം മെയിൻ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ അത് നമ്മുടെ US മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 10% ഡൗൺ ആയിരുന്നു. ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് 7-8% ഡൗണിലാണ്. എന്നാൽ പോലും അതൊരു നെഗറ്റീവായിട്ടുള്ള സംഭവമാണ്. അത് നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് ഇന്ന് കണ്ടറിയണം. യൂഷ്വലി മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെയാണ് നിൽക്കുന്നത്. IPOs വരുന്നുണ്ട്, മാർക്കറ്റിൽ കുറേ IPOs വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഉടനെ തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മുന്നിലേക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത്, ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാളെ തീരുമാനിക്കാം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇന്നലെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി സ്ലോലി മൂവ് ചെയ്ത് ഇപ്പോൾ ഈ സൈഡിലത്തെ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലത്തെ ചാർട്ടാണ് പറയുന്നത്. റൈറ്റ് സൈഡിലത്തെ ചാർട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം, പോയി ഹിറ്റ് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ തിരിച്ച് വന്ന് ഇന്നലത്തെ ദിവസം നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്താണ് നിന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇന്നലെ ഈ ഒരു ക്യാൻഡിൽ വളരെ വലിയൊരു ഇൻഡിസിവ്നെസ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് 26,000 താഴെ ക്ലോസ് ചെയ്തത് കാരണം വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇരുന്നത്. മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് 26,000 മേളിൽ ക്ലോസ് ചെയ്യണം. 2640 ഓർ 26,100 മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്കറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഇന്ന് ഫ്ലാറ്റ് തന്നെയാണ്, 2640 റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്നും അതേ ഡയറക്ഷനിൽ, ഈ ഒരു ക്യാൻഡലിൻ്റെ ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് കയറിയാൽ ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും, അതിന് മുകളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ക്യാൻഡലിലെ ലോ 950 ഇല്ലെങ്കിൽ 960 താഴെ, കറക്റ്റ് 960 ആണ് എടുത്തിരിക്കുന്നത്. ഈ 960 എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് 25,960, 25,880, 25,800 എന്നുള്ള ലെവൽസ് പറയാറുണ്ടല്ലേ. അതായത് ഈ ഒരു ലെവൽസ് പറയാറുണ്ടല്ലേ. ഈ ഒരു ലെവൽസാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന 3 ലൈൻസ്. സോ ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഈ ഒരു ലെവല്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിലേത് ഡയറക്ഷനിൽ പോകുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ ടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നലെ അത്യാവശ്യം പോയിരുന്നു, ഓൾമോസ്റ്റ് ടച്ച് ചെയ്തു. ഇത് ഞാൻ ഇന്നലെ ഒരു ബോക്സ് വെച്ചിട്ട് ലാസ്റ്റിൽ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു 2670 മേളിൽ. ഓക്കെ, ഹിറ്റ് ചെയ്തു. പക്ഷേ ഈ നമ്മുടെ ലൈൻ വരച്ചിരിക്കുന്ന 100 എന്നുള്ള ലൈൻ എത്തിയില്ല. എന്നാലും 97 വരെ 98 വരെ വന്നിട്ടുണ്ട്. സോ ലിറ്ററലി നമ്മൾ ആ കറക്റ്റ് നമ്പർ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഓൾമോസ്റ്റ് എത്തുമ്പോഴേക്കും നമ്മുടെ ടാർഗറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ അതിന് മുന്നേ ഇറങ്ങിപ്പോയി. ഓൾമോസ്റ്റ് ഞാൻ 70-75 റേഞ്ചിലൊക്കെ എത്തിയപ്പോഴേക്കും ഞാനത് സ്ക്വയർ ഓഫ് ചെയ്ത്, ബിക്കോസ് അത് കയറാത്തത് കാരണം പിന്നെ അതിന് ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ട് അതിനെ സ്ക്വയർ ഓഫ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി 26,100 മേളിൽ മാത്രമേ അവിടെ ഒരു ട്രെൻഡ് ഉള്ളൂ. സോ ഇന്നത്തെ ദിവസം അത് കോപ്പി ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. മാർക്കറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഫ്രണ്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഇന്നലെ അദാനി എൻ്റർപ്രൈസസ് വളരെ നല്ലൊരു മൊമെൻറ്റം തന്നിരുന്നു. അത്യാവശ്യം നല്ല ട്രേഡ്സ്. അതായത് ഈ കാണുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് ഫുൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങിയാണ്. ഒരു 1.5% നിന്ന് 2% കണ്ണടച്ചുറക്കുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം പിന്നെ സെൽ ഓഫ് വന്ന് താഴോട്ട് വന്നതാണ്. ഓക്കെ, ഇന്നലെ FI ഡേറ്റ വീക്ക് തന്നെയാണ്. അവർ വലിയ കാര്യമായിട്ടുള്ള ബൈയിങ് മൊമെൻറ്റം എടുത്തിട്ടില്ല. സോ ഇത്രയാണ് ഇന്നത്തെ ആ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. നിഫ്റ്റിക്ക് ഈ 3 ലെവൽസിന് മേളിൽ ട്രേഡ് ചെയ്യണം. സോ അടുത്ത ടാർഗറ്റ് 26 240 എന്നുള്ളത് മനസ്സിൽ കീപ്പ് ചെയ്യുക. ഒരു 180 ചെറിയൊരു റെസിസ്റ്റൻസ് വരും, എന്നാൽ ഫൈനൽ ടാർഗറ്റ് 240 റേഞ്ചിലാണ്. 240 റേഞ്ച്, യെസ്, കറക്റ്റാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിലിൽ ഇന്നലെ നല്ലൊരു ട്രേഡ് കിട്ടിയിരുന്നു.
ഇന്നലെ ക്രൂഡ് ഓയിൽ ഈ ഒരു ലെവല് സിമ്പിൾ ട്രേഡായിരുന്നു. ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ ട്രേഡ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺസാണ്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്താൽ കിട്ടുന്ന ഒരു ലെവലായിരുന്നു. 5340 മേളിൽ 44 മേളിൽ ഈ ഒരു ലെവലിൻ്റെ മേളിൽ കയറിയാൽ നമുക്ക് ഒരു ട്രേഡ് ട്രിഗർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് സേഫായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചുകൂടെ ലെവൽ വെളിയിൽ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ഈ ഒരു ലെവല് കൂടെ പോയിക്കോട്ടെ എന്നുള്ളൊരു ലെവൽ. സോ ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് അതും കഴിഞ്ഞ് ഇവിടെ ഒരു ബിഗർ ലെവലുണ്ടായിരുന്നു. സോ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗുഡ് ടു ഗോ എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിന്നത്. അത് തന്നെ സംഭവിച്ചു. അത് നേരെ പോയി നമ്മുടെ ടാർഗറ്റ് ഏരിയ ഹിറ്റ് ചെയ്തു. ആക്ച്വലി 88 ആണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ. ഈ ഒരു ഏരിയയാണ് 88 എന്ന് പറയുന്നത്. ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ കൂടെ പോയി 408 അടുത്ത ടാർഗറ്റും പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സോ മാർക്കറ്റിൽ ചെറിയൊരു ബുള്ളിഷ്നെസ് വരുന്നുണ്ട്. സോ ഈ ഒരു ലെവല് നമ്മൾ സപ്പോർട്ട് എടുത്തുകൊണ്ട് 64 നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് ഇനി അടുത്ത ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ 64, 88, 408, 424 റേഞ്ചിലൊക്കെ അടുത്ത മൊമെൻറ്റം ഉണ്ട്. സോ ഇത് നിങ്ങളുടെ അനാലിസിസിൻ്റെ ഭാഗമാക്കി വച്ചിരിക്കുക. സോ ഇത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. ഈ വരുന്ന ഫ്രൈഡേ തൊട്ട് സൺഡേ വരെയുള്ള ദിവസങ്ങളിൽ അടുത്ത ബാച്ച് 11 അതിൻ്റെ പ്രോസസ്സ് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ വരാം. പിന്നെ വേറൊന്നുമില്ല. ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. ഇതിനനുസരിച്ച് നിങ്ങളുടെ പൊസിഷൻസ് കീപ്പ് ചെയ്യുക. നന്നായിട്ട് SL കീപ്പ് ചെയ്യുക. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ഉണ്ട്. ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊസിഷൻസിൽ 1-2 നോക്കുക. ഇൻഫി ഉണ്ട്, റിലയൻസ് ഉണ്ട്, HDFC ബാങ്ക് കയ്യിലുണ്ട്, പ്രീമിയർ എനർജീസ് കയ്യിലുണ്ട്. സോ ഇതൊക്കെ SBI കഴിഞ്ഞൊരു നമ്മൾ 910 റേഞ്ചിലാണ് ബൈ പറഞ്ഞതെന്ന് തോന്നുന്നു. 10-12 ആണ്. 940 എത്തിയിട്ടുണ്ട്. 3% ലാഭത്തിൽ നിൽപ്പുണ്ട്. സോ പതുക്കെ കയറി വരട്ടെ. മാർക്കറ്റ് കയറി വരുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയും ഗുഡായിരിക്കണം. ആ പോർട്ട്ഫോളിയോ ആണ് നമുക്ക് കോൺഫിഡൻസ് തരിക. സോ അല്ലാണ്ട് കോൺഫിഡൻസിലേക്കോ വിന്നിങ് സക്സസ്സിലേക്കോ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.